ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രേസി കിച്ചൺ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ഇഡ്ലി കേക്കാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഇത്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഇഡ്ലി ചെമ്പിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ഇഡ്ലി ചെമ്പ് ഉണ്ടാകും. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഇവിടെ തയ്യാറാക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 5 ബോർബോൺ ബിസ്ക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ഓഫ് മിൽക്ക് ആൻഡ് 1 ടേബിൾ സ്പൂൺ ഓഫ് ഷുഗർ. ഇനി നമുക്ക് ഈ ബോർബോൺ ബിസ്ക്കറ്റ് മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട്. വൺ ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/4 കപ്പ് മിൽക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാൽ കപ്പ് മിൽക്കാണ് കേട്ടോ വേണ്ടത്. ഞാൻ തുടക്കത്തിൽ 1/2 കപ്പാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1/4 കപ്പ് മിൽക്കാണ് വേണ്ടത്. 5 ബിസ്ക്കറ്റിന് 1/4 കപ്പ് മിൽക്കാണ് വേണ്ടത്. ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഷുഗറിൻ്റെയും മിൽക്കിൻ്റെയും എല്ലാം ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ്. ഞാനിവിടെ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ഇനി നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഒഴിക്കുമ്പോൾ ഇതേപോലെ ഒഴിക്കുക. ഫുള്ളായിട്ട് അങ്ങോട്ട് നിറയ്ക്കരുത്. ഇതേപോലെ ഒരു 3/4 ആയിട്ട് ഒഴിക്കുക. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വയ്ക്കാം. ഞാനിവിടെ ഓൾറെഡി ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇറക്കി വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ്സ് വയ്ക്കണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായിട്ട് ചൂടാറിയിട്ട് വേണം ഇത് മാറ്റാനായിട്ട്. ഞാനിവിടെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ സോഫ്റ്റാണ് ഇഡ്ഡലി ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓറിയോ ബിസ്ക്കറ്റും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കളർ കിട്ടും. ഇതിനേക്കാൾ വളരെ നല്ല കളർ കിട്ടും. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഉപയോഗിച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. കുറച്ച് പൗഡർ ഷുഗറും കൂടി ആഡ് ചെയ്തെടുക്കാം. തികച്ചും ഓപ്ഷണലാണ്. ഇപ്പം നമ്മുടെ ടേസ്റ്റി ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണ്.